ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കാർത്തികയുടെയും അതുപോലെ തന്നെ ദിലീപിന്റെ വിവാഹം, അങ്ങനെ ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. ആ സമയത്താണ് ഗംഗപ്രസാദ് തൊട്ട് പിന്നാലെ നിന്നിട്ട്, ആരും കാണുന്നില്ല, തൊട്ട് ഒരുപാട് പിന്നിൽ നിന്നിട്ട് തോക്ക് വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുവാണ്. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പിടിക്കുമ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഗംഗപ്രസാദ് നിൽക്കുന്ന പ്രകാശം കാണുന്നുണ്ട്. പ്രകാശം ഇങ്ങനെ നെറ്റി നിൽക്കുമ്പോ ഗംഗപ്രസാദ് തൊട്ട് പുറകിൽ കിരണും നിൽക്കാണ്. കിരൺ ഇങ്ങനെ മിണ്ടലിനെ അച്ചാന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതുക്കെ പോയിട്ട് ഗംഗപ്രസാദിനെ വായ അടച്ചു പിടിച്ച് പുറകിലേക്ക് വലിക്കുകയാണ് കിരൺ. അപ്പൊ ഇത് പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. പിന്നീട് ആ ഡ്രസ്സിംഗ് റൂമിൽ ഗംഗപ്രസാദിനെ കയറ്റുവാണ്. ആ സമയത്ത് കിരണിന്റെ കൂടെ വേറെ ആരും ഇല്ല കേട്ടോ. കിരൺ ഒറ്റക്കാണുള്ളത്. കിരൺ അപ്പൊ കുറെ പ്രാവശ്യം ഗംഗേനെ അടിച്ച് ശരിപ്പെടുത്തിയൊരു പദം വരുത്തുന്നുണ്ട്. പക്ഷെ അവൻ മരിക്കില്ലെന്ന് കിരണിന് നന്നായിട്ട് അറിയാം. പെട്ടെന്നൊന്നും മരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ അണ്ടാവിലൊക്കെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ അണ്ടാവിലെ വെള്ളത്തിലൊക്കെ ഗംഗപ്രസാദിനെ മുക്കിയിടാണ്. ശേഷം മുങ്ങി മരിക്കണമെങ്കിൽ മുങ്ങി മരിക്കട്ടെ എന്ന രീതിയിൽ ആ വെള്ളത്തിന്റെ വലിയ അണ്ടാവാണ്. ആ അണ്ടാവിന്റെ ഉള്ളിലേക്ക് ഗംഗപ്രസാദിനെ കമഴ്ത്തിയിടുന്നുണ്ട്. ആ അണ്ടാവിൽ നിന്നും ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും കിരൺ വേഗം തന്നെ ഗംഗനെ അവിടെ നിന്ന് വലിച്ചെടുത്തിട്ട് നിലത്തിട്ട് ഉരുട്ടി ഉരുട്ടി അടിക്കുകയാണ്. ആ സമയത്ത് ഗംഗ എങ്ങനെയൊക്കെയോ നമ്മുടെ കിരണിന്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് കിരണിനെ തട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോ പെട്ടെന്ന് ഗംഗയുടെ പുറകെ വന്നിട്ട് ആരോ തലക്കൊരു വലിയൊരു ഇരുമ്പ് വടി വെച്ചിട്ട് ഒറ്റ അടി അടിക്കാട്ടോ. അപ്പൊ നോക്കുമ്പോ അത് വേലും രതീഷുമാണ്. പിന്നീട് അവരും കൂടി ചേർന്നിട്ട് ഗംഗേനെ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് കല്യാണി അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ വരുവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കല്യാണിക്കും ഒരു സംശയം തോന്നിട്ട് കല്യാണി അവിടെ അന്വേഷിച്ച് വരുമ്പോഴേക്കും രതീഷ് പെട്ടെന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. കല്യാണി ഇങ്ങനെ ആ ദൂരത്ത് നിന്ന് വരുന്നത്. അപ്പൊ കിരണോട് പറയുന്നുണ്ട്, ഇതേ കിരൺ സാറ് കല്യാണി ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയാണ്. എന്നാൽ നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോ, ഞാൻ ഇവനെ അപ്പുറത്ത് മാറ്റി നിർത്താം, ഇപ്പൊ ആരും ഗംഗ ഇവിടെ വന്ന കാര്യം അറിയണ്ട എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ രതീഷ് ഒന്നും അതുപോലെ കല്യാണിന്റെ അടുത്തേക്ക് പോവാണ്. എന്താ കല്യാണി? അല്ല, കിരണേട്ടന് ഇതുവരെ കണ്ടില്ലല്ലോ. കിരൺ സാർ മുകളിലൊക്കെ ഉണ്ട്, പിന്നെ ആരെങ്കിലും വരാതെ നോക്കണമല്ലോ കല്യാണി. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, കല്യാണി ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കെന്തോ ഗംഗ എങ്ങാനും ഇവിടെ വന്നിരുന്നോ? നിങ്ങളെങ്ങാനും ഗംഗേനെ കണ്ടോ? അതാണോ നിങ്ങളുടെ മുഖത്തൊക്കെ ആകെ ഒരു വെപ്രാളം പോലെ? കല്യാണി എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലേ. കല്യാണി പോയിക്കതേ, അവിടെ ഇപ്പൊ കാർത്തികയൊക്കെ അന്വേഷിക്കുന്നുണ്ടാവോ, ഇപ്പൊ ഇല വെക്കേണ്ട സമയമായില്ലേ, ഇല വെക്കുമ്പോഴേക്കും ഞങ്ങൾ വന്നോളാം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ഗംഗേനെ അടിച്ച് തലക്കിട്ട് ആ അടി കൊടുക്കുമ്പോ തന്നെ ഗംഗ നിലത്തേക്ക് വീണ് തലേന്ന് ഫുള്ളും ചോര വാർന്ന് ഒരു മരിച്ച സെറ്റപ്പിലേക്ക് ആവുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ രതീഷും വേലും കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. ഇനിയിപ്പോ ഇവനെ എന്താ ചെയ്യേണ്ടത്? കല്യാണി ഇപ്പൊ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് എന്തോ സംശയമുണ്ട് എന്ന് രതീഷ് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, അവൾക്ക് സിക്സ്ത് സെൻസ് ഉള്ള പെണ്ണാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ പോലും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇവനെ നമ്മുടെ കയ്യിൽ കിട്ടിയ കാര്യം ആരോടും പറയണ്ട. അല്ല, നമ്മളിപ്പോ ഇവനെ എവിടേക്ക് മാറ്റും? ഇപ്പൊ കല്യാണം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പോവാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിന് അവിടെ പായ വിരിച്ചിട്ടില്ല, ആ പായം കൂടെ കൊണ്ടുവരാൻ വേണ്ടി വേലുവിനോട് കിരൺ പറയാണ്. അങ്ങനെ വേലു അവിടെ വിരിച്ചിട്ട പായ രണ്ടെണ്ണം എടുത്തോണ്ട് കിരണിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കിരൺ പറയണ്ടേ, നമുക്കൊരു കാര്യം ചെയ്യും, പായയിൽ നിന്നിട്ട് കെട്ടിയിട്ട് നമുക്ക് വല്ല കല്ലും പിടിച്ച് ഒന്നുകൂടി കെട്ടിയിട്ട് വല്ല കടലിലും കൊണ്ടേ താഴ്ത്താം. എന്തായാലും ഇവ മരിച്ചെന്ന് തോന്നുന്നു. എന്നാലും ഉൾക്കടലിലേക്ക് താഴ്ത്തിയാൽ മാത്രമേ സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മണ്ണെടുത്ത് കുഴിയിൽ മൂടാം എന്ന് പറയാണ്. അപ്പോ രതീഷ് പറയണ്ട, സാർ എന്ത് ചെയ്താലും ഞങ്ങളും കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ മുങ്ങാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് പായയിൽ പൊതിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ വണ്ടിയുടെ ഡിക്കിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലക്ക് ഒളിപ്പിച്ചു വെക്കാം. എന്നിട്ട് കാർത്തികയും അതുപോലെ തന്നെ ദിലീപും സന്തോഷത്തോടെ അവരിവിടുന്ന് പോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് സദ്യ കഴിച്ചിട്ട് അതിനുശേഷം എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 പേർക്ക് ഇവിടെ നിൽക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടിട്ട് പറഞ്ഞ പോലെ തന്നെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഉൾക്കടലിൽ കൊണ്ട് താഴ്ത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് രതീഷ് പറഞ്ഞ. കിരൺ പറഞ്ഞു, പക്ഷെ ഇവൻ ഇങ്ങനെ മരിച്ചൊന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ ചെറിയ ജീവൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തു വരുന്ന ജാതിയാണ്. അപ്പോ കിരൺ ഇങ്ങനെ പിടിച്ചു നോക്കുക, പൾസ് ഒന്നും ഇല്ല. അപ്പൊ രതീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവന് പൾസ് ഒന്നും കിട്ടുന്നില്ല, മരിച്ചിട്ടുണ്ടാവാൻ തന്നെയാ ചാൻസ്. പക്ഷെ ഇവൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഞങ്ങൾ വെറുതെ വിട്ടതാണ്. അപ്പോഴൊക്കെ 10 മടങ്ങ് ജീവനായിട്ട് ഇവൻ തിരിച്ചു വന്നില്ലേ. അപ്പൊ വേലു ഇങ്ങനെ പിടിച്ചു നോക്കിട്ട് പറഞ്ഞില്ല സാറേ, ഈ പ്രാവശ്യം മരിച്ചു, അത് ഉറപ്പാണ്. ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കില്ല, അറിയോ, മരിച്ചു എന്ന് ഉറപ്പാണ്. ഇനിയിപ്പോ ഇവൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പൊ ഇവനെ പൊക്കിയെടുത്തിട്ട് വണ്ടിയിൽ ഡിക്കിയിലെങ്കിലും വെക്കാം. അതിനുശേഷം വണ്ടി ലോക്ക് ചെയ്യാം. വണ്ടി ലോക്ക് തന്നെ ഇവനെ പുറത്തു പോയില്ലല്ലോ. വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഒന്നും ആലോചിച്ചിട്ട് എന്താ ചെയ്യാമെന്ന് രതീഷ് പറയുന്നുണ്ട്. ശരി എന്ന് കിരണും പറയാണ്.
അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷത്തിലാണ് ലക്ഷ്മി അമ്മയും കാർത്തികയും അതുപോലെ ദിലീപിന്റെ അമ്മയൊക്കെ കേട്ടോ. അപ്പൊ ദിലീപിന്റെ അമ്മ പറയണ്ട് ഇനിയിപ്പോ സമയം ഒരുപാടില്ല, 3 മണിയാകുമ്പോഴേക്കും വീട്ടില് കയറണോന്ന് പറയാണ്. അപ്പൊ കാർത്തിക പറയണ്ട് ഇത്രയും നേരിട്ടും ആ ഗംഗപ്രസാദ് വന്നിട്ടില്ല, ചിലപ്പോ ഇനി അവൻ വരില്ലായിരിക്കും അല്ലെ. അമ്മമ്മ പറയണ്ട് എന്റെ മോളെ ആ ഗംഗ ഇനി വരാൻ പോകുന്നില്ല, അവനെ ആരെങ്കിലും തല്ലിക്കൊന്നു കാണും എന്ന് പറയാണ്. കല്യാണി വീണ്ടും കിരണിന്റെ അടുത്തേക്ക് പോവാണ്. കിരണേട്ട സത്യം പറ എന്ന് പറഞ്ഞിട്ട് കിരണ മാറ്റി നിർത്തി ചോദിക്കണ്ട് ആ ഗംഗ എങ്ങാനും ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കല്യാണി എനിക്ക് നിന്നോട് നുണ പറയാൻ പറ്റില്ല, അതുകൊണ്ട് സത്യം നിന്നോട് പറയാം. പക്ഷെ നീ ഈ കാര്യം ആരോടും ഇപ്പൊ പറയരുത്, അവര് സന്തോഷത്തോടെ പൊയ്ക്കോട്ടെ, ദിലീപിന്റെ വീട്ടിൽ വലതുകാലിച്ചോള് കേറട്ടെ. ഇപ്പൊ ഞാൻ ഇന്നും പറയാൻ ടെൻഷൻ ആകും. അല്ല എന്താ കിരണേട്ട എന്നോട് പറ എന്ന് കല്യാണി പറയണം. അപ്പൊ കിരൺ പറയണ്ട് ഗംഗ ഇവിടെ വന്നിരുന്നു എന്ന് പറയാണ്. വന്നിരുന്നോന്നോ? അതെ, അവൻ കറക്റ്റ് ദിലീപ് കാർത്തികയുടെ കഴുത്തി താലി കെട്ടുന്ന സമയത്ത് തന്നെ അവിടെ വന്നിരുന്നു. എന്നിട്ട് വലിയൊരു തോക്കെടുത്തിട്ട് ദിലീപിനെയും കാർത്തികിനെ ഒരു ഒറ്റയടിക്ക് കൊല്ലാനാണ് അവൻ നോക്കിയത്. അവൻ അവിടെ വന്ന വിവരം എനിക്ക് മെസ്സേജ് ആയിട്ട് കിട്ടിയായിരുന്നു. മെസ്സേജ് ആരാ അയച്ചത് അതറിയില്ല എന്ന് പറയാണ്. അപ്പൊ അത് മനോഹറാട്ടോ അയച്ചത്, അത് ആരാന്നറിയില്ല, എന്നാലും ഗംഗയല്ല. ആ മെസ്സേജ് നിർദ്ദേശപ്രകാരം ഞാൻ പുറത്തൊക്കെ പോയി നോക്കിയപ്പോ അവിടെയൊന്നും അവനെ കണ്ടില്ല. അപ്പൊ അകത്ത് പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. പിന്നെ നിന്റെ അച്ഛൻ കണ്ടിരുന്നു, ഞാൻ മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനൊന്നും മിണ്ടാത്തത്. എന്തായാലും സമാധാനത്തോടെ ഇപ്പൊ കാർത്തിക പൊയ്ക്കോട്ടെ. അതിനുശേഷം അവനിപ്പൊ തല്ലിക്കൂട്ടി മരിച്ചെന്നാണ് തോന്നുന്നത്. ഒരു പായല് പൊതിഞ്ഞ് കെട്ടി കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ അവിടുത്തെ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കടലിൽ കൊണ്ട് താഴ്ത്തിക്കാൻ പ്രശ്നമാകും. നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും തന്നെ കുഴിച്ചിടാം. ഇവൻ അന്വേഷിച്ച് ആരും വരാനും പോണില്ല, ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആരും കേസ് കൊടുക്കാനും പോണില്ല. തലക്ക് വില പറഞ്ഞിരിക്കണല്ലേ. പക്ഷെ നമ്മൾ കൊന്നു എന്ന് പറഞ്ഞ പേര് വേണ്ട വെച്ചിട്ടാണ് ഞാൻ ആ കാര്യമൊന്നും ആർക്കും പറയണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഗംഗപ്രസാദ് മരിച്ചു കല്യാണി, ഇനി നമുക്കൊന്നും പേടിക്കാനില്ല. അവന്റെ വാലായിട്ട് നടക്കുന്നവർ കുറച്ചുനാൾ നമ്മുടെ പുറകേലൊക്കെ ചിലപ്പോ വരുമായിരിക്കും, പക്ഷെ അവർ എത്ര നാള് വരാനാണ്? അവർക്കും മടുക്കില്ലേ, അവർക്കും ഒരു ജീവിതമൊക്കെ ഇല്ലേ. ഗംഗ എന്നിട്ട് മരിച്ച ഗംഗയുടെ പുറകിൽ അവര് നടക്കോ? പിന്നെ പേടിക്കേണ്ട അവളെയാണ്, ആ സ്റ്റെഫീന. അവള് ജയിലിൽ നിന്നൊക്കെ ഏത് കാലത്ത് പുറത്തിറങ്ങാനാണ്? പിന്നെ അവളൊരു പെണ്ണല്ലേ, അവൾക്ക് എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഗംഗപ്രസാദ് അധ്യായം ഇതോടെ തീർന്നു എന്ന് കിരൺ കല്യാണിയടുത്ത് പറയാണ്. കല്യാണിക്ക് സമാധാനാവാട്ടോ. അങ്ങനെ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ദിലീപൊക്കെ അടുത്ത് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോ കാർത്തിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കിരൺ വാക്ക് കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം കാർത്തികയും ദിലീപും അമ്മയൊക്കെ സന്തോഷത്തോടെ അവിടെ പോവാട്ടോ. പിന്നീട് കല്യാണിയും കിരണും രതീഷും വേലുവും മാത്രം അവിടെ നിൽക്കാണ് ഓഡിറ്റോറിയത്തിൽ, ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ കല്യാണി അടുത്ത് കിരൺ പറയുന്നുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇവനെ കുഴിച്ചു മൂടാം എന്ന് പറയാണ്. എന്തൊക്കെ പറയാൻ, ലക്ഷ്മിയമ്മയുടെ ആ രണ്ടാമത്തെ ഭർത്താവിന്റെ മോനാണല്ലോ, നമുക്ക് ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട. ഇവന് ചിതാഭസ്മം കത്തിക്കുകയാണെങ്കിൽ കത്തിക്കുക ചെയ്യാം, എന്നിട്ടപ്പോ ചിതാഭസ്മം ആണെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇവനെ പോലത്തെ ഒരു സാധനം ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ഭൂമിക്ക് തന്നെ ഭാരമായിരുന്നു ഇവൻ പോയതിന് ഭൂമി പോലും സന്തോഷിക്കുകയായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പൊ ഗംഗ മരിച്ചു എന്ന രീതിയിലാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ.